2025 നിരവധി ഹിറ്റ് സിനിമകളാണ് മോഹൻലാൽ എന്ന നടൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. പുത്തൻ റിലീസുകളുടെയും റിലീസുകളുടെയും കോടികളാണ് നടൻ മോളിവുഡിന് നേടിക്കൊടുത്തത്. ഇപ്പോൾ പുറത്തിറങ്ങിയ വൃഷഭയും ഇതിനോടകം തന്നെ നേട്ടം കൊയ്യുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു ഭാഗ്യവർഷമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ട നടൻ 2025 5 വമ്പൻ വിജയങ്ങളാണ് സ്വന്തമാക്കിയത്. എമ്പുരാൻ, തുടരും, ഹൃദയപൂർവ്വം അടക്കമുള്ള ചിത്രങ്ങൾ ഹിറ്റടിച്ചപ്പോൾ റിലീസുകളായി എത്തി ഛോട്ടാ മുംബൈ, രാവണപ്രഭു എന്നിവയും വമ്പൻ വിജയം നേടി. കണക്കുകൾ പ്രകാരം ഈ വർഷം അവസാനിക്കുമ്പോൾ മോഹൻലാൽ സിനിമകൾ തിയേറ്ററുകളിൽ നിന്ന് 584 കോടി രൂപയാണ് നേടിയത്. പൃഥ്വിരാജ് സുകുമാരനൊരുക്കിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിലൂടെയാണ് മോഹൻലാൽ 2025 കാലെടുത്തു വയ്ക്കുന്നത്. ആദ്യ പ്രഖ്യാപനം വന്ന ശേഷം 5 വർഷങ്ങൾക്കൊടുവിൽ മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ആദ്യ ദിനം തന്നെ 14 കോടി നേടിയ സിനിമ മലയാളത്തിൽ നിന്ന് മാത്രം 97.34 കോടി രൂപയും ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷനായി 124.56 കോടി രൂപയും നേടി. ആഗോളതലത്തിൽ നിന്ന് 265 കോടി നേടിയ ചിത്രം വൻ വിജയമായി. റിലീസിന് പിന്നാലെ ചില വിവാദങ്ങൾ ഉടലെടുത്തുവെങ്കിൽ പോലും കളക്ഷനെ അത് ബാധിച്ചില്ല. സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലും കളക്ഷനിൽ മുന്നേറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പിന്നാലെ എത്തിയ തരുൺ മൂർത്തി ചിത്രം തുടരും മോഹൻലാലിലെ സ്റ്റാറിനെയും അഭിനേതാവിനെയും സാധാരണക്കാരനെയും ഒരുപോലെ തിരികെ നൽകിയ ചിത്രമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മോഹൻലാലും ശോഭനയും ഒരുമിച്ച ചിത്രം ഏപ്രിൽ 25-നാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. യാതൊരു ഹൈപ്പുമില്ലാതെ എത്തിയ ചിത്രം തുടക്കം മുതൽ മികച്ച പ്രതികരണങ്ങൾ നേടി. ആഗോളതലത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട തുടരും മലയാള സിനിമയിൽ ഏറ്റവും ജനപ്രീതി നേടിയ സിനിമകളിൽ ഒന്നായി മാറി. ബോക്സ് ഓഫീസിൽ തീപാറിച്ച് മുന്നേറിയ ചിത്രം ആഗോളതലത്തിൽ നിന്ന് 235.38 കോടി രൂപയാണ് നേടിയത്. മലയാളത്തിൽ നിന്ന് മാത്രം 118.6 കോടി രൂപയും നേടി. ബെൻസ് എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തിയപ്പോൾ തങ്ങൾക്ക് പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പലരും അഭിപ്രായപ്പെട്ടു. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എത്തിയ സിനിമയാണ് ഹൃദയപൂർവ്വം. നർമ്മവും വൈകാരിക മുഹൂർത്തങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ തന്നെയായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓണം റിലീസായി ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം 100 കോടി ക്ലബിൽ എത്തിയിരുന്നു. ഇതാദ്യമായാകും ഒരു നടന്റെ 3 സിനിമകൾ ഒരേ വർഷം 100 കോടി ക്ലബിൽ ഇടം നേടുന്നത്. അതേസമയം 100 കോടി ക്ലബിൽ ഇടം നേടുന്ന സംവിധായകൻ സത്യനന്ദിക്കാടിന്റെ ആദ്യ സിനിമയായി ഹൃദയപൂർവ്വം മാറി. ഇതുകൂടാതെ 2 റിലീസ് സിനിമകളും മോഹൻലാലിന് ഇത്തവണ കൂട്ടുണ്ടായിരുന്നു. 2007-ൽ റിലീസ് ചെയ്ത ഛോട്ടാ മുംബൈ ജൂൺ 6-നും 2001-ൽ റിലീസ് ചെയ്ത രാവണപ്രഭു ഒക്ടോബർ 10-നും വീണ്ടും തിയേറ്ററുകളിലേക്കെത്തി. ഛോട്ടാ മുംബൈ 4.37 കോടിയും രാവണപ്രഭു 4.73 കോടിയുമാണ് രണ്ടാം വരവിൽ തിയേറ്ററുകളിൽ നിന്നും നേടിയത്. ഇതൊക്കെ കൂട്ടിവായിക്കുമ്പോൾ മോഹൻലാലിന്റെ കേരള ബോക്സ് ഓഫീസിലെ ഇതുവരെയുള്ള നേട്ടം 250 കോടിയിലധികം രൂപയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.